നാടിനു വേണ്ടിയുള്ള പരിപാടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിപാടിയാണ്. ഒരു മുന്നണിക്കോ പാർട്ടിക്കോ എതിരായതോ അനുകൂലമായതോ ആയ പരിപാടിയല്ല ഇത്. ഈ പരിപാടി നാടിനു വേണ്ടിയുള്ള പരിപാടിയാണ്, നാടിനു വേണ്ടിയുള്ള പരിപാടിയാണ്. ഈ പരിപാടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിപാടിയാണ്. ഈ പരിപാടി നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ള പരിപാടിയാണ്. ഇതാണ് നാം കാണേണ്ടത്. ഇത് ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് എന്ന് മനസ്സിലായി. അതിൻ്റെ ഭാഗമായി എല്ലാവരോടുമായി കേരളത്തോട് പൊതുവായൊരു അഭ്യർത്ഥന ഞങ്ങൾ നടത്തി. ഞങ്ങൾ പറഞ്ഞത് ഇത് ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കാനാണ്. ആ പ്രകോപനത്തിൽ നിങ്ങളാരും കുടുങ്ങരുത് എന്നാണ്. അപ്പോൾ ഇവിടെ പിന്നീട് നടന്ന പല പ്രകോപനപരമായ ഇടപെടലുകളിലും ശാന്തരായി ഇരിക്കുന്ന ജനങ്ങളെ നാം കണ്ടു. അവർ ഈ കോപ്രായം നിങ്ങളിപ്പോൾ കാണിച്ചതുപോലെ ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്ന നിലയാണുണ്ടായി. കാരണം ഇത് നേരത്തെ തീരുമാനിച്ച് വരുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം. ചില മാധ്യമങ്ങളുമായി ഒത്തുചേർന്നുകൊണ്ടുള്ള വരവ് കൂടിയായിരുന്നു. ഒരാൾ പ്രത്യേകമായ ഒരു സ്ഥലത്ത് നിൽക്കുന്നു, കുറച്ചപ്പുറത്ത് ഒരു ക്യാമറയുമായി ഒരു മാധ്യമ പ്രവർത്തകൻ നിൽക്കുന്നു. അപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് ആ മാധ്യമത്തിന് ഈ പറയുന്ന ദൃശ്യം കിട്ടുകയാണ്. എന്നിട്ട് നവകേരള യാത്രക്ക് നേരെ എന്തോ ഭയങ്കരമായ പ്രതിഷേധം വന്നു എന്ന മട്ടിൽ ഈ ഒരാളുടെ ചിത്രം വലിയ തോതിൽ കാണിക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള പല നാടകങ്ങളും ഞങ്ങൾ ഇതിനിടക്ക് കാണുകയാണ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും കാണിച്ചത് വളരെ നല്ല സമീപനമാണ്. തീർത്തും സമയത്തതയോടെ ഈ ശാന്തമായി നടക്കുന്ന ഈ പരിപാടിയെ അലങ്കോലപ്പെടുത്താമെന്ന ധാരണയോടെയാണ് ഒരാളെ ഇവിടത്തേക്ക് പറഞ്ഞു വിട്ടത്. അതിൽ നാം കാണണം, നമ്മുടെ ക്യാമറകളെല്ലാം നിരന്നിങ്ങനെ നിൽക്കുകയാണ്. അവർ സാധാരണ ഈ പറഞ്ഞ എക്സ്ക്ലൂസീവായിട്ടൊക്കെ ചെയ്യുന്നത് കുറച്ച് അകലെ മാറി നിന്നിട്ടാണ്, അയാളുടെ തൊട്ടടുത്തല്ല. ഇത് ഇവരുടെ മുന്നിലേക്ക് തന്നെ അയാൾ ചാടി വീഴുകയാണ്. അപ്പോൾ അവരെല്ലാവരും കണ്ടു, അവരുടെ പിന്നിലിരിക്കുന്നവരെല്ലാം അവിടെ തന്നെ ഇരിക്കുന്നു, സൈഡിലിരിക്കുന്നവർ അവിടെ തന്നെ ഇരിക്കുന്നു, അപ്പുറം ഇവിടെ സീറ്റ് കിട്ടാതെ നിൽക്കുന്നവർ അവിടെ തന്നെ നിൽക്കുന്നു. ആരും ഈ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തേക്ക് ഓടി വരുവോ ചാടി വരുവോ ചെയ്തില്ല. ആ മനുഷ്യനെ അയാളുടെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ സംയമനത്തോടെയാണ് നിങ്ങൾ നേരിട്ടത്. അത് അങ്ങേയറ്റം ഉചിതമായ നടപടിയാണ്. ഇത്തരം ഉദ്ദേശങ്ങളൊന്നും ഇതിനു നേരെ നടക്കില്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. വണ്ടി കയറിയപ്പോ ഒരു പോലീസുകാര് കാണിച്ചില്ല. ഇവിടെ